ഹലോ വാട്സപ്പ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട്. എൻ്റെ വലിയ പാത്രം നിൽക്കുന്നുണ്ട്, ചെറിയ പാത്രം നിൽക്കുന്നുണ്ട്. എന്താ പാത്രം ഇപ്പോൾ നീച്ചിട്ടുള്ളൂ? പല്ലേച്ചാ തേച്ചിട്ടില്ലല്ലേ? എന്താ പാടുന്നത്? എന്താ പാടുന്നത്? എന്താ പാട്ട് പാടുന്നത്? പല്ലേച്ചാ പല്ലേച്ചാ പല്ലേച്ചായിരുന്നു. പല്ല് ഇത് പല്ലേച്ചാ. രണ്ടാളിപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നീച്ചിട്ട് രണ്ടാളിങ്ങനെ പല്ലേക്കാണ്ടങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട് വരുന്നത്. വീട് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചത് ആണോ. ഇതാണ് വീട് വരുന്നത്. അപ്സ്റ്റെയർ ഒന്നുമില്ല, സിംഗിളാണ്. പിന്നെ മുകളിൽ ഞങ്ങൾ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷി ചെയ്യുന്ന കൂട്ടം പറഞ്ഞപ്പോഴാട്ടോ വീട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചത്. പിന്നെ ഇതാണ് ഗേറ്റ്. പിന്നെ ഈ ഒരു സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്ക് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇളന്തപ്പഴം എന്നും പറയും. പിന്നെ അതുപോലെ ഗ്രീൻ ആപ്പിൾ എന്നും പറയും. എന്താ പറയുക? ഗ്രീൻ ആപ്പിളോ? അപ്പോൾ അത് പറയുന്നത് ഇതിന് ഗ്രീൻ ആപ്പിൾ എന്നാണ് പറയുന്നത്. ഗ്രീൻ ആപ്പിൾ എന്ന് പറയാം. പിന്നെ നമ്മളെ ചിക്കുല്ലേ, ചിക്കു കാണിച്ചു കൊടുത്തോ. എവിടെ ചിക്കു? എവിടെയാണ്? ഇതാണ് ചിക്കു അല്ലേ? തൊട്ട് കാണിച്ചു കൊടുത്താ, ചിക്കു കാണിച്ചു കൊടുത്താ എല്ലാവർക്കും. അല്ല, ഇതാണ് ചിക്കു വരുന്നത്. പിന്നെ വേറെ സാധനം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ചക്ക ഉണ്ട് നമ്മളെ അതിൽ. ചക്ക വലിയ ചക്ക ഉണ്ടോ? അത്യാവശ്യം നല്ല ചക്കയാണ്. ഇപ്പാക്ക് പിന്നെ ഇങ്ങനെ ഈ കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാരണം എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ കുറേയൊക്കെ സാധനങ്ങളുണ്ട്. ചക്ക ഉണ്ടോ? ചെറിയ മരമാണ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഓരോരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൂടുന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കും. ചക്കയുടെ ഒരു മരമല്ല കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. മാങ്ങ ഉണ്ടായിട്ടില്ല. മാങ്ങ ഉണ്ടാവണുള്ളൂ. മാങ്ങയുടെ 1-2 മരങ്ങളുണ്ട്. ചക്കയുടെ ഒരു മരം കൂടി ഉണ്ട്. എന്താ ഞങ്ങൾ പഴയ കാലത്തൊക്കെ തന്നെ ഇങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. പിന്നെ ചാമ്പക്ക ഉണ്ട് കേട്ടോ. ചാമ്പക്ക ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട്, ഇങ്ങനെ ആയി വരുന്നുണ്ട്. ചിലരുടെ നാട്ടിൽ ചാമ്പക്ക എന്ന് പറയും, ചിലരുടെ നാട്ടിൽ എന്താ പറയാൻ നിൽക്കറിയില്ല. ചാമ്പക്ക ഇത് കുറച്ച് വലിയ ചാമ്പക്കയാണ്. അപ്പോൾ ഇത് പൂവിട്ട് വരുന്നുള്ളൂ, റെഡിയാവും. 1 മാസത്തിനുള്ളിലൊക്കെ മിക്കവാറും റെഡിയാവും. അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെ വീട്ടിൽ വേറെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടി വരുന്നുണ്ട്, പിന്നെ ഒരു നോർമൽ വണ്ടി വരുന്നുണ്ട്. ഇലക്ട്രിക് വണ്ടി ഞാനിങ്ങനെ പെട്രോൾ അടിച്ച് മടുത്തിട്ട് എടുത്താട്ടോ. ഇനി ഞാൻ സ്പെഷ്യൽ സാധനം കാണിച്ചതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ വീട്ടിൽ സാധനം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് എന്നെ ഇനി മുകളിലേക്ക് പോകണം. ഇതാണ് വീടിൻ്റെ ഉൾവശം വരുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം നമ്മളിങ്ങനെ ടെറസൊക്കെ കോണി കയറിയിട്ടൊക്കെ ഇങ്ങനെ പോകണം. പാത്തിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. പാത്ത് ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്ത് ഇറക്കാൻ വേണ്ടിയിട്ടേ പിന്നാലെ ഇങ്ങനെ വരണം. പിന്നെ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കേട്ടോ.
അതിൽ ചെറുതായിട്ട് ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ടോ. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊന്നും കൂടി നല്ല വലിപ്പം ഉണ്ടാവും. എവിടെ? ആ ആ ആ ഇതവിടെ വേറൊന്ന് പൂട്ടുണ്ട് അല്ല. ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ഈ വലിപ്പമൊന്നുമല്ല കേട്ടോ സാധനം. നല്ല ടേസ്റ്റ് കേട്ടോ സാധനത്തിന് കഴിക്കാൻ. രാത്രി ആ അങ്ങനെ വരിക. അതാരാ എന്നോട് പറഞ്ഞേ? ആ ടോട്ടൽ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 പിന്നെ ഒന്ന് ബാക്ക് സൈഡിലുണ്ട്. അപ്പോൾ ടോട്ടൽ അങ്ങനെ 13 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവും കേട്ടോ ഇടയ്ക്ക്. എല്ലാ കൊല്ലം ഉണ്ടാവും. എല്ലാ കൊല്ലം ഞങ്ങൾ വെട്ടിയിട്ട് തിന്നലാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് സാധനം. റോസ് കളറാണ് കേട്ടോ അവിടെ ഉണ്ടാവില്ല. 2 ടൈപ്പിലുണ്ട്. ഒന്ന് മറ്റേ വെള്ള കളറാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മളത് റോസ് കളറിലാണ് ഉണ്ടാവില്ല. സാധനം അപാര ടേസ്റ്റാണ്. പിന്നെ അതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ബൈ. അപ്പോൾ ബൈ പറഞ്ഞ. ബൈ ബൈ. ടാറ്റാ.